മകളുടെയും പേരക്കുട്ടിയുടെയും മരണത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ നൽകണമെന്ന വിപഞ്ചികയുടെ അമ്മ. ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് വിപഞ്ചിക പറഞ്ഞിരുന്നില്ല. എല്ലാം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. മുഖം മറച്ചാണ് വിപഞ്ചിക തന്നോട് സംസാരിച്ചിരുന്നത്. കല്യാണത്തിന്റെ അടുത്ത ദിവസം മുതൽ ഭർത്തൃ സഹോദരി പീഡനം തുടങ്ങിയിരുന്നു. അമ്മ വിഷമിക്കുമെന്ന് പറഞ്ഞ വിപഞ്ചിക എല്ലാം ഉള്ളിൽ ഒതുക്കുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതായും അമ്മ ശൈലജ റിപ്പോർട്ടർ കോഫി വിത്ത് തരുണിൽ പ്രതികരിച്ചു. എൻ്റെ കുഞ്ഞിനെ ഈ സ്ഥിതിയിലാക്കി ഈ അച്ഛനെയും മോളെയും മോനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം ഇവരെ മൂന്നുപേരെയും. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു വാക്ക് എൻ്റെ കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇതിനെല്ലാം കാരണം ഈ പെങ്ങളെന്ന് പറയുന്ന സ്ത്രീയും അച്ഛനുമാണ്. കല്യാണം കഴിച്ച് കൊണ്ട് ചെന്ന രാത്രി 4 മണിക്ക് എണീപ്പിച്ച് പെരയ്ക്കകം മൊത്തം തൂപ്പിച്ച്, എന്നിട്ട് അതിനെ കൊണ്ട് അവിടെ എല്ലാം തുടപ്പിച്ച്, പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കിച്ച് എല്ലാം ആ ഒരു കൊച്ചിനെ കൊണ്ട് മാത്രം ചെയ്തിച്ചിട്ട് അവൾ പറഞ്ഞെന്ന് ട്രയൽ കൊടുത്തതാണെന്ന്. അപ്പം വീഡിയോ കോളിൽ വന്നാലും ഒരു സൈഡ് കാണിക്കും, പിറ്റേ ദിവസം പിറ്റേ സൈഡേ കാണിക്കത്തുള്ളൂ. സാറേ, മീഡിയ വഴിയാണ് എൻ്റെ മോളെ കാര്യങ്ങൾ ഞാനും പൊതുജനത്തിൻ്റെ കണക്കാണ് അറിഞ്ഞത്. അവൾ എപ്പോഴും പറയുമെന്ന്, അമ്മ വിഷമിക്കുക, അമ്മയെ അറിയിക്കല്ലേ, അമ്മയെ അറിയിക്കല്ലേ, അമ്മയെ അറിയിക്കല്ലേ. അമ്മയെ ഒന്നും അറിയിച്ചില്ല. ദിലീപ് ഇപ്പോൾ കുടുംബം പരാതിപ്പെടുകയാണ്. ഇപ്പോൾ കുറ്റക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം അവർ പറയുന്നു. പോലീസിൽ ആ രൂപത്തിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ ദിലീപ്? സ്മൃതി, മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാം തന്നെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മകളുടെ മരണത്തിൽ കുറ്റക്കാരെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിപഞ്ചികയുടെ മാതാവ് ശൈലജ നൽകിയ പരാതിയിൽ ഇപ്പോൾ കുണ്ട്ര പോലീസ് ഈ അമ്മയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ കഴിഞ്ഞ ദിവസം കോട്ടയം SP-ക്കും ഇവർ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി കോട്ടയം SP ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ഈ വിപഞ്ചിക അയച്ചിരുന്ന ചില വാട്സപ്പ് സന്ദേശങ്ങളും ഒപ്പം ഫേസ്ബുക്കിലുള്ള ഡിജിറ്റൽ കാര്യങ്ങൾ, ഫേസ്ബുക്കിലുള്ള പോസ്റ്റുകളടക്കം ഡിജിറ്റൽ തെളിവുകളായി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തെളിവുകൾ തന്നെയാണ് ഇന്ന് കുണ്ട്ര പോലീസിനും ഇവർ നൽകുക. മൊഴിയെടുത്ത ശേഷം കുണ്ട്ര പോലീസ് വിപഞ്ചികയുടെ ഭർത്താവിനെയും കുടുംബത്തിനുമെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ അന്ന് തുടങ്ങി, അതായത് കഴിഞ്ഞ പിറ്റേന്നാൾ രാവിലെ 4 മണി തുടങ്ങിയ പീഡനമാണ്. ഈ മരണം വരെ അതുണ്ടായി. 1 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തി ഇവൾ ജീവൻ ഒടുക്കണമെങ്കിൽ അത്രമാത്രം പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. മാത്രമല്ല, ഇതെല്ലാം തന്നെ പുറത്ത് പറയുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ ഇത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. തനിക്ക് പട്ടിയെ പോലെ തല്ലിയെന്നും ഭക്ഷണം നൽകാതെ പീഡിപ്പിച്ചെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സഹോദരി നീതുവും ഒപ്പം പിതാവ് മോഹനനും ഭർത്താവിനൊപ്പം ചേർന്ന് തന്നെ പീഡിപ്പിച്ചതായും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും നിരവധി പേർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിലും DGPക്കും മുഖ്യമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുണ്ട്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള ആവശ്യമടക്കം കുടുംബം ഉന്നയിക്കുകയാണ്. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.